ഇബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ കടുത്ത ജാഗ്രതയിലാണ് നമ്മുടെ കൊച്ചു കേരളം. തിരുവനന്തപുരം, കൊച്ചി അടക്കമുള്ള എയർപോർട്ടുകളും സീപോർട്ടുകളിലും ജാഗ്രതാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. വിദേശത്ത് നിന്ന് എത്തുന്നവരെ കർശനമായി നിരീക്ഷിക്കാനും രോഗലക്ഷണമുള്ളവരെ ഐസൊലേറ്റ് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത്. അശ്വതി. പ്രശാന്ത്, ഈ എബോള വൈറസ് എത്രത്തോളം മാരകമാണ്? നിലവിൽ കേരളത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാണ് ഈ വിദേശത്ത് നിന്ന് എത്തുന്നവരെ നിരീക്ഷിക്കുക? ഒപ്പം എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ വിദേശികൾക്കായി ഒരുക്കിയിരിക്കുന്നത് കേരളം? ഗുഡ് മോർണിംഗ് അശ്വതി, ശ്യാം. ലോകത്ത് ഇത്തരത്തിൽ എബോള പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ഭീതി പടർത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തും ദ്രുതകർമ്മ സമിതി അടക്കം യോഗം ചേർന്നത്. നിലവിൽ സംസ്ഥാനത്തെ 4 എയർപോർട്ടുകളിലും വിമാനത്താവളങ്ങളിലും 2 സീപോർട്ടുകളിലും ഇത്തരത്തിൽ യോഗം ചേരുകയും തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ അവരെ രോഗലക്ഷണമുണ്ടെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് അതോറിറ്റി യോഗം ചേരുകയും ചെയ്തിട്ടുണ്ട്. അതായത് വിദേശത്തു നിന്നും എത്തുന്നവർ അവർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ, ഛർദിൽ, പനി, ചുമ ഇത് അടക്കമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നെങ്കിൽ ഉടനടി എയർപോർട്ടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെടണം. അതോടൊപ്പം തന്നെ അവരെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് അതിനു വേണ്ടിയിട്ട് പ്രത്യേക സജ്ജീകരണങ്ങൾ, എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, തുടർന്ന് ഇനി അതിനുശേഷം ഈ പകർച്ചവ്യാധി പടരാതെ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആരിലേക്കെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തൊക്കെ നടപടി സ്വീകരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ ചേർന്ന എയർപോർട്ടിൽ ചേർന്ന വിമാനത്താവളങ്ങളിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. എന്നാൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ സാഹചര്യത്തെ നോക്കിക്കാണണമെന്നും ആരോഗ്യ വിഭാഗം പറയുകയും ചെയ്യുന്നുണ്ട്. ആർക്കും നിലവിൽ കേരളത്തിൽ ഇത്തരത്തിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വൈറസ് ബാധയുമായി ആരും ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് ആരോഗ്യ വിഭാഗം നിലവിൽ പറയുന്നത്. എന്തായാലും വിദേശത്ത് നിന്ന് എത്തുന്നവർ അവർ ജാഗ്രത പാലിക്കണം. എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്നടക്കം. അത് തന്നെയാണ് പ്രശാന്തേ, നമ്മൾ ഇത്തരത്തിൽ ഉള്ള സാഹചര്യത്തിൽ കടുത്ത ജാഗ്രത പാലിക്കണം. ഒപ്പം അധികൃതരുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ മാനിക്കണം. ശ്യാം, നമുക്ക് ഈ എബോള വൈറസ് എന്താണെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്കാം അല്ലേ? ഈ മനുഷ്യരിൽ കഠിനവും മാരകവുമായേക്കാവുന്ന ഒരു വൈറസ് രോഗമാണ് എബോള എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇത് വായുവിലൂടെ അല്ല പകരുന്നത്. രോഗബാധിതരായ വ്യക്തികളുടെ രക്തം, വിയർപ്പ്, ഉമിനീർ തുടങ്ങിയവകളിൽ നിന്നാണ് ശരീരസ്രവങ്ങളുമായൊക്കെ നേരിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ മാത്രമാണ് പകരുന്നത്. എങ്കിൽ കൂടിയും വായുവിലൂടെ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ മാസ്ക് ഒന്നും വെക്കാതെ നടക്കണ്ട. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും പുറത്തൊക്കെ ഒന്ന് പോകുമ്പോൾ കരുതലാകാം. ഒപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കിയാലോ. കടുത്ത പനി ഉണ്ടാകാം, തൊണ്ടവേദന ഉണ്ടാകാം, പേശിവേദന ഉണ്ടാകാം, കഠിനമായ ഛർദിൽ ഉണ്ടാകാം, വയറിളക്കം ഉണ്ടാകാം, ചിലരിൽ ആന്തരികമോ ബാഹ്യമോ ആയ രക്തസ്രാവം കൂടി ഉണ്ടാകാം. എന്തായാലും ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന രോഗമാണ്. ഇതുവരെ കേരളത്തിൽ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും നമ്മൾ ജാഗരൂകരായാലേ മതിയാകൂ. പ്രത്യേകിച്ച് പനിയുടെയൊക്കെ ഒരു സീസണാണ്. അപ്പോൾ പനിയൊന്നും വന്നാൽ ആരും വെച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോവുക, മരുന്ന് വാങ്ങുക, ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടത്തുക അല്ലേ ശ്യാം? തീർച്ചയായും ജാഗ്രത പാലിക്കുക.